ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. സോളാർ കൺസൾട്ടൻ്റെ വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളി വർഗീസ് സാറിൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്നുള്ളത്. ഞാനിപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് അവരുടെ ട്രസ് വർക്കിൻ്റെ ഏറ്റവും മീതിയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 5 കിലോവാട്ടിൻ്റെ സൈറ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വളരെ പെർഫെക്റ്റായിട്ട് വളരെ സ്ട്രക്ചേർഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റാണിത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വിക്രം സോളാറിൻ്റെ 545-ൻ്റെ 9 പാനൽസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മോണോപാക്ക് ഹാഫ് കട്ട് പാനൽസാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹാൻഡ് റെയിലുണ്ട്, സ്ട്രക്ചേഴ്സും ഉണ്ട്. ഒരാൾക്ക് ഈസി ആയിട്ട് നടക്കാനും സർവീസ് ചെയ്യാനും ഉള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സൈറ്റ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഹാൻഡ് റെയിൽ കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അങ്ങോട്ട് ഒരു സ്ലോപ്പാണ്. നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് മുന്നിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹാൻഡ് റെയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ അറ്റം വരെ നമ്മൾക്ക് വാക്ക് വേ ഉണ്ട്. അപ്പോൾ വാക്ക് വേ കൂടി നടന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലീനിങ്ങും കംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്പെക്ഷനും നടത്താനായിട്ട് സർവീസ് ടെക്നീഷ്യൻസിന് വളരെ എളുപ്പമായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ വാട്ടർ സോളാറിൻ്റെ കണക്ഷനോടനുബന്ധിച്ച ഈ ടീമിനെ പരിചയപ്പെടുന്നത്. അത് സമയത്തിന് വാട്ടർ സോളാർ കണക്ഷനൊക്കെ കിട്ടി, അത് ഓക്കെ സർവീസ്. അങ്ങനെ വന്നപ്പോൾ ഈ ടീമുമായിട്ട് സോളാർ ഗ്രീനിനെ കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചു. അതിനോടനുബന്ധിച്ച് അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ സോളാർ ഗ്രീൻ 2-ല് ലൈറ്റ് കിട്ടുന്നു, പ്രയാസങ്ങളൊന്നുമില്ല. ടൈമിൽ ഇവരുടെ അറ്റൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ഒരു പ്രശ്നമൊന്നുമില്ല, സഹകരിച്ചൊക്കെ പോകുന്നു. മുമ്പോട്ടും ഒരു സഹകരണമൊക്കെ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 5 കിലോ വാട്ടിൻ്റെ ഗ്രോ വാട്ടിൻ്റെ ഇൻവെർട്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ DCDB വന്നിട്ടുണ്ട്, അവിടെ ACDB വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ KCBയുടെ നെറ്റ് മീറ്റർ വരുന്നത് ഇവിടെയാണ്. നമ്മളുടെ ഇവിടെ സോളാർ എനർജി മീറ്റർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ കോമ്പാക്റ്റ് ആയിട്ട് തന്നെ നല്ല ഒതുക്കിയാണ് നമ്മളിവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറിനകത്ത് നമുക്ക് ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ വരുന്നത് 20 യൂണിറ്റ്സ് ആണ് പെർ ഡേ വരുന്നത്. ഒരു പെർ മന്ത് ആകുമ്പോഴത്തേക്കും 600 യൂണിറ്റ്സ് ആണ് നമ്മൾക്ക് ഇതിനകത്ത് ആവറേജ് പ്രൊഡക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച് ഡെഫിനറ്റ്ലി നമ്മളുടെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ബട്ട് 20 യൂണിറ്റ്സ് പറഞ്ഞാലും ഇറ്റ് ക്യാൻ ഗോ അപ്പ് ടു ഒരു 23, 24, 27 വരെ പോകുന്ന സൈറ്റുകൾ നമ്മൾ കണ്ട്. ഇപ്പോൾ അത്രയും ചൂടായതുകൊണ്ട് നല്ലൊരു എഫിഷ്യൻസിയും നല്ലൊരു പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ഈ ട്രസ് വർക്ക് ചെയ്ത ഉടനെ തന്നെ ആണ് നമ്മൾ സ്ട്രക്ചറും ചെയ്തിരിക്കുന്നത്. ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഇവിടെ ഹാൻഡ് റെയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നടക്കാനുള്ള വാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാവുന്നതാണ്. സർവീസിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നടന്ന് ഇവിടെ വന്ന് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ സർവീസിന് വരുമ്പോഴത്തേക്കും നമുക്ക് ടെക്നീഷ്യൻ നമുക്ക് ചില സൈറ്റുകളിൽ കയറാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്.